IPSC ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പവർ ട്രാൻസ്മിഷൻ ഡിവൈസസിനെ കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പവർ ഒരു പ്ലേസിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് അതാണ്. കൂടാതെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ സ്പീഡോ പവറോ വേരിയേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ സ്പീഡ് വേരിയേഷനൊക്കെ സ്പീഡ് റിഡക്ഷൻ അല്ലെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു വേരിയേഷനും കൂടി സാധിക്കുന്ന രീതിയിലായിരിക്കും പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു പ്രൈം മൂവർ, ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ കേസിലാണെങ്കിൽ എൻജിൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈം മൂവറാണ്. ആ പ്രൈം മൂവർ ഡെവലപ്പ് ചെയ്യുന്ന പവർ നമ്മുടെ വെഹിക്കിളിൻ്റെ ടയറിലേക്ക് എത്തിക്കുക. അപ്പോൾ അതിനുവേണ്ടി പലതരത്തിലുള്ള പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോ കേസിലും എല്ലാ ആപ്ലിക്കേഷനിലും ഇങ്ങനെ ഒരു പ്രൈം മൂവർ ഉണ്ടാവും. ആ പ്രൈം മൂവർ വെച്ച് കൺട്രോൾ ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഡിവൈസസോ മെഷീൻസോ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രൈം മൂവറിൽ ഡെവലപ്പ് ചെയ്യുന്ന പവർ ആ ഒരു മെഷീനിൽ എത്തിക്കുക എന്നുള്ള ഫങ്ഷനാണ് പവർ ട്രാൻസ്മിഷൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ അവിടെ വരുന്ന ആ ഒരു സ്പീഡ് വേരിയേഷനും കൂടി പവർ ട്രാൻസ്മിഷൻ പോസിബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പവർ ട്രാൻസ്മിഷൻ മെത്തേഡ് ഉണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, ഗിയർ ഡ്രൈവ് എന്നിവ. കൂടാതെ റോപ്പ് ഡ്രൈവ് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ കപ്ലിങ്സുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ഡ്രൈവ്സുകൾ വേറെയുണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഒരു ഷാഫ്റ്റിൽ നിന്നും വേറൊരു ഷാഫ്റ്റിലേക്ക്, അതായത് അത്യാവശ്യം കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ബെൽറ്റ് ഡ്രൈവ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഷാഫ്റ്റിൻ്റെ മുകളിൽ ഒരു പുള്ളി വേണം. രണ്ട് ഷാഫ്റ്റിൻ്റെ മുകളിലും രണ്ട് പുള്ളികൾ പ്ലേസ് ചെയ്ത് കൊടുക്കും. ആ പുള്ളികൾ തമ്മിൽ ഒരു ബെൽറ്റ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രിവൺ പുള്ളിയും ഉണ്ടാവും, ഡ്രൈവിംഗ് പുള്ളിയും ഉണ്ടാവും. അപ്പോൾ പ്രൈം മൂവറിൽ ഫിറ്റ് ചെയ്യുന്ന പുള്ളിയാണ് ഡ്രൈവിംഗ് പുള്ളി. അതിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ആവുന്ന പുള്ളിയാണ് ഡ്രിവൺ പുള്ളി എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പുള്ളിയും ഡ്രിവൺ പുള്ളിയുമാണ്. പിന്നെ അത് തമ്മിൽ കണക്ട് ചെയ്യാൻ ബെൽറ്റും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലുള്ള പ്ലേസിലേക്കൊക്കെ നമുക്ക് ഈ ഒരു ബെൽറ്റ് ഡ്രൈവ് ട്രാൻസ്മിഷൻ നടത്താൻ പറ്റും. ടൈപ്സ് ഓഫ് ബെൽറ്റ് വരുന്നത് അതിൻ്റെ ക്രോസ് സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. ബെൽറ്റ് മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ക്രോസ് സെക്ഷൻ ഫ്ലാറ്റായിട്ട് കാണുകയാണെങ്കിൽ അതിനെ ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞ് വിളിക്കും. ബെൽറ്റിൻ്റെ ക്രോസ് സെക്ഷൻ ട്രപ്പിസോയിഡൽ ഷേപ്പാണെങ്കിൽ വി ബെൽറ്റ്, അത് പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. വി ബെൽറ്റിൻ്റെ ക്രോസ് സെക്ഷൻ വരുന്നത് ട്രപ്പിസോയിഡലാണ്. പിന്നെ ടീത്ത് വരുന്ന ടൈപ്പ് ബെൽറ്റാണ് ടൈമിംഗ് ബെൽറ്റ് എന്ന് പറയുന്നത്. പിന്നെ ബെൽറ്റ് ക്രോസ് സെക്ഷൻ സർക്കുലർ വരികയാണെങ്കിൽ സർക്കുലർ ബെൽറ്റ്. ഇത്രയും ടൈപ്സ് ഓഫ് ബെൽറ്റ്സുകൾ വരുന്നുണ്ട്. പിന്നെ ബെൽറ്റിനുണ്ടായിരിക്കേണ്ട പ്രത്യേകതകളാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ബെൽറ്റ് ആർ: ഫസ്റ്റ് വൺ, ഹൈ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, ഫ്ലെക്സിബിൾ ആയിരിക്കണം, ഡ്യൂറബിലിറ്റി, സ്ട്രെങ്ത്ത്. ഇത്രയും ഗുണങ്ങളൊക്കെ ഒരു ബെൽറ്റിന് ഉണ്ടായിരിക്കണം. ബെൽറ്റിന് മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസുകളാണ് ലെതർ, ഫാബ്രിക്, റബ്ബർ, പോളിസ്റ്റർ ഓർ പോളിയമൈഡ് എന്നിവ. അപ്പോൾ നമുക്കിനി ബെൽറ്റ് ഡ്രൈവിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവിൻ്റെ ടൈപ്പുകളാണ്: ഫസ്റ്റ് വൺ, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്, ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ്, പിന്നെ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡ്ലർ പുള്ളി, മൾട്ടിപ്പിൾ ബെൽറ്റ് ഡ്രൈവ് വരുന്നുണ്ട്, ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ്, കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ്, സ്റ്റെപ്പ് ഡോർ കോൺ പുള്ളി ഡ്രൈവ്, ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഡ്രൈവ്. ഇതൊക്കെ പലതരത്തിലുള്ള മെത്തേഡ്സുകളാണ്. അപ്പോൾ ഇവിടെ ഓരോ ബെൽറ്റ് ഡ്രൈവിനും അതിൻ്റെ ഡിസൈൻ വൈസിലൊക്കെ കുറേ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാനും ലെങ്ത് ഓഫ് ബെൽറ്റ് കാൽക്കുലേഷനൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് വേറൊരു വീഡിയോയിലാണ് ചെയ്യുന്നത്. ഇത് പവർ ട്രാൻസ്മിഷൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫിഗർ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ്, ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഡിസൈനിങ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൻ്റെ കേസ് നോക്കാം.
ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൽ 2 പുള്ളി തമ്മിൽ നോർമലി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് പുള്ളി കറങ്ങുന്ന അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും സെക്കൻഡ് പുള്ളിയും റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡ്രൈവാണ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. ദ പുള്ളീസ് റൊട്ടേറ്റ് ഇൻ സെയിം ഡയറക്ഷൻ. പിന്നെ ബെൽറ്റ് ഡ്രൈവിൻ്റെ ടോപ്പ് സൈഡ് എന്ന് പറയുന്നത് സ്ലാക്ക് സൈഡ് ആയിരിക്കും. ആൻഡ് ബോട്ടം സൈഡ് എന്ന് പറയുന്നത് ലൂസ് സൈഡായിരിക്കും. അപ്പോൾ സ്ലാക്ക് ലൂസ് ആ ഒരു കേസ് ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ അടുത്തൊരു ടൈപ്പ് വരുന്നത് ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവാണ്. ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ 2 പുള്ളിയും ഡിഫറെൻ്റ് ഡയറക്ഷനിലായിരിക്കും കറങ്ങുക. അപ്പോൾ ഇവിടെ ബെൽറ്റ് ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു പുള്ളി ഇവിടെ ഉണ്ട്, അതിൻ്റെ ഷാഫ്റ്റിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ സൈഡിലും ഉണ്ട്. പക്ഷേ ബെൽറ്റ് ക്രോസ് ചെയ്യുന്ന രീതിയിലാണ് പാസ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഷോർട്ടായ കേസിലൊക്കെയാണ് ഇത് ക്രോസ് ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് കൂടുതലുള്ള കേസിലാണ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. ദ പുള്ളീസ് റൊട്ടേറ്റ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് ഓർത്ത് വെക്കണം പോയിൻ്റ്. ക്രോസ് ബെൽറ്റ് ആവുന്ന സമയത്ത് വരുന്നത് ഓപ്പൺ ബെൽറ്റ് ആവുന്ന സമയത്തും. തേർഡ് കേസ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡ്ലർ പുള്ളി. അപ്പോൾ നമുക്ക് സ്ലാക്ക് സൈഡ്, ടൈറ്റ് സൈഡ് എന്നിങ്ങനെ ലൂസ് സൈഡ്. അപ്പോൾ ആ ഒരു കേസ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലൂസ് സൈഡിൽ നമ്മളൊരു ഐഡ്ലർ പുള്ളി, ഇതിൻ്റെ ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് പുള്ളി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ചെറിയ പുള്ളിയാണ് ഐഡ്ലർ പുള്ളി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ബെൽറ്റ് ടെൻഷനൊക്കെ നമുക്ക് ഈ ഒരു ഐഡ്ലർ പുള്ളി ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഐഡ്ലർ പുള്ളീൻ്റെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ട് ബെൽറ്റിൻ്റെ ടെൻഷനും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഐഡ്ലർ പുള്ളി യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡ്രൈവിനെ നമ്മൾ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡ്ലർ പുള്ളി എന്ന് വിളിക്കും. നെക്സ്റ്റ് കേസ് വരുന്നത് മൾട്ടിപ്പിൾ ബെൽറ്റ് ഡ്രൈവാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഒരു പവർ സോഴ്സ് ഉണ്ടാവും. ആ പവർ സോഴ്സിലുള്ള പവർ ഒരുപാട് ഡിവൈസസിലേക്ക് കണക്ഷൻസ് പോകുന്നുണ്ടാവും. അപ്പോൾ ആ ബെൽറ്റിൻ്റെ പാസേജ് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ പുള്ളിയിലൂടെ പാസ് ചെയ്യുന്ന രീതിയിലാണ് ബെൽറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് 1 ഷാഫ്റ്റ് ടു നമ്പർ ഓഫ് പാരലൽ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ മൾട്ടിപ്പിൾ ബെൽറ്റ് ഡ്രൈവ് നമ്മളെ സഹായിക്കും. നെക്സ്റ്റ് കേസ് വരുന്നത് ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവാണ്. ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവിൻ്റെ ഫിഗർ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഷാഫ്റ്റിൻ്റെ ആക്സിസ്, ഇപ്പോൾ 2 ഷാഫ്റ്റിൻ്റെ ആക്സിസും പെർപെൻഡിക്കുലർ ആയിരിക്കും വരുന്നത്. പിന്നെ നോൺ ഇൻ്റർസെക്റ്റിങ്ങും ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിംഗ് പുള്ളിയും കൂടി ഇവിടെ അഡീഷണലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബെൽറ്റിൻ്റെ ക്രോസ് സെക്ഷൻ പോകുന്നത് നമുക്കിവിടെ കാണാം. ഒന്നാമത്തെ പുള്ളിയാണിത്, സെക്കൻഡ് പുള്ളിയാണിത്. 2 പുള്ളിയും പ്ലേസ് ചെയ്ത് നിൽക്കുന്നത് 90 ഡിഗ്രി ആംഗിളിലാണ്. അപ്പോൾ അങ്ങനെ ആംഗിളിൽ റൊട്ടേഷൻ പോസിബിൾ ആക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രൈവാണ് ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ്. നെക്സ്റ്റ് വരുന്നത് കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവാണ്. അപ്പോൾ കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവിൽ ഒരു ഷാഫ്റ്റിൽ ഒന്നിലധികം പുള്ളീസ് ഉണ്ടാവും. അപ്പോൾ ഒരു ഷാഫ്റ്റിൽ ഒന്നിലധികം പുള്ളീസ് വന്നിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഡ്രൈവാണ് കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ്. അപ്പോൾ ഹൈ റിഡക്ഷൻ റേഷ്യോ ഒക്കെ പോസിബിൾ ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് സഹായിക്കുന്നുണ്ട്. ഒരുപാട് ഇൻ്റർമീഡിയറ്റ് പുള്ളീസ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡ്രൈവാണ് കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്റ്റെപ്ഡ് ഓർ കോൺ പുള്ളി ഡ്രൈവാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റെപ്ഡ് പുള്ളി കാണാൻ പറ്റും. അപ്പോൾ ലെയ്ത്തിൻ്റെ കേസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേരിയസ് സ്പീഡ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആവശ്യമുള്ള സമയത്ത് ഈ ബെൽറ്റിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് അടുത്തൊരു സ്ലോട്ടിലേക്ക് നീക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ സ്പീഡ് വേരിയേഷനൊക്കെ വളരെ എളുപ്പത്തിൽ പോസിബിൾ ആക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രൈവാണ് സ്റ്റെപ്ഡ് ഓർ കോൺ പുള്ളി ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനാണ് ലെയ്ത്ത്, അതേപോലെ ഡ്രില്ലിംഗ് മെഷീനിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് കേസ് ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഡ്രൈവ്.
അപ്പോൾ ഈ ഒരു ഡ്രൈവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഷാഫ്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാതെ ഡ്രിവൺ ഷാഫ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു മെത്തേഡിനുണ്ട് ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളിക്ക്. അപ്പോൾ ഗ്രിപ്പ് അറേഞ്ച്മെൻറ്റ്, ആ ഒരു ഗ്രിപ്പ് കിട്ടാതെ സ്ലിപ്പായി പോകുന്ന ഒരു ടൈപ്പ് അറേഞ്ച്മെൻറ്റാണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പുള്ളി മാത്രം വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കാനൊക്കെ ഈ ഒരു മെത്തേഡ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെൻ ദ ഡ്രിവൺ ഷാഫ്റ്റ് ഈസ് ടു ബി സ്റ്റോപ്ഡ്, അപ്പോൾ ഡ്രിവൺ ഷാഫ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ദ ബെൽറ്റ് ഈസ് പുഷ്ഡ് ഓൺ ദ ലൂസ് പുള്ളി ബൈ മീൻസ് ഓഫ് എ ഷിഫ്റ്റിംഗ് ഫോർക്ക്. അപ്പോൾ ഒരു ഷിഫ്റ്റിംഗ് ഫോർക്കിൻ്റെ സഹായത്താൽ ആ ഒരു ബെൽറ്റിനെ അവിടെ നിന്ന് പുഷ് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നൊരു മെത്തേഡാണ് ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഡ്രൈവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ചെയിൻ ഡ്രൈവ്സ് ആണ്. അപ്പോൾ ചെയിൻ ഡ്രൈവ്സ് എന്ന് പറയുന്നത് ബെൽറ്റ് ടൈപ്പിനേക്കാളും കുറച്ചുകൂടി ഒരു റിജിഡിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു ടൈപ്പാണ്. ഒരു മെറ്റൽ ചെയിൻസ് ആയിരിക്കും കൂടുതലായിട്ടും യൂസ് ചെയ്യുക. പിന്നെ ഇതിൽ പുള്ളീസിന് പകരം ടീത്ത് വരുന്ന രീതിയിലുള്ള സ്പ്രോക്കറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രോക്കറ്റ് വീൽസാണ് യൂസ് ചെയ്യുന്നത്. ഷാഫ്റ്റിൻ്റെ മുകളിൽ സ്പ്രോക്കറ്റ് വീല് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആ രണ്ട് വീലും തമ്മിൽ ഒരു ചെയിൻ ഉപയോഗിച്ചിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ചെയിനെ രണ്ടാക്കിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റോളർ ചെയിൻ ഉണ്ട്, സൈലൻ്റ് ചെയിൻ ഉണ്ട്. റോളർ ചെയിൻ്റെ പാർട്സുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇന്നർ ലിങ്ക് പ്ലേറ്റ്സ് ഉണ്ട്, ഔട്ടർ ലിങ്ക് പ്ലേറ്റ്സ്, കുറച്ച് പിൻസുകളുണ്ട്, ബുഷിങ് കൊടുക്കുന്നുണ്ട്, പിന്നൊരു റോളറും. ബുഷുണ്ട്, റോളറുണ്ട്, പിന്നെന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇന്നർ ലിങ്ക് പ്ലേറ്റ്, ഔട്ടർ ലിങ്ക് പ്ലേറ്റ്. ഇന്നർ ലിങ്ക് പ്ലേറ്റാണിത്, ഔട്ടറിലെ ലിങ്ക് പ്ലേറ്റാണ് ഇതും. അപ്പം അങ്ങനെ പാർട്സുകൾ വരുന്നുണ്ട്. അടുത്തൊരു കേസിൽ വരുന്നതാണ് സൈലൻ്റ് ഓർ ഇൻവേർട്ടഡ് ടൂത്ത് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഷേപ്പിലായിരിക്കും ആ ഒരു സൈലൻ്റ് ഓർ ഇൻവേർട്ടഡ് ചെയിൻ വരുന്നത്. സോ ഓട്ടോമൊബൈലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു റോളർ ടൈപ്പ് ചെയിൻസാണ്. ഇപ്പോൾ ബെൽറ്റ് ഡ്രൈവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെയിൻ ഡ്രൈവിന് ഉണ്ടായിരിക്കേണ്ട കുറച്ച് അഡ്വാൻറ്റേജസുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്പാരിസണാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ബെൽറ്റ് ഡ്രൈവിൽ ഒരു നോൺ പോസിറ്റീവ് ഡ്രൈവാണ്, കാരണം ഫ്ലിപ്പ് കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ അതുകൊണ്ട് നോൺ പോസിറ്റീവ് ഡ്രൈവാണ്. പക്ഷേ ചെയിൻ ഡ്രൈവ് ടീത്തഡ് വീൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഗ്രിപ്പുകളൊന്നും വരാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഡ്രൈവാണെന്ന് നമുക്ക് പറയാം. ഗിയർ ഡ്രൈവും ഒക്കെ പോസിറ്റീവ് ഡ്രൈവുകൾ തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് എലമെൻറ്റ്സ് ഓഫ് ഡ്രൈവ്. എലമെൻറ്റ്സ് വരുന്നത് ബെൽറ്റ് ഉണ്ടാവും, ഡ്രൈവിംഗ് പുള്ളിയും ഉണ്ടാവും, ഡ്രിവൺ പുള്ളിയും ഉണ്ടാവും. പിന്നെ വരുന്നത് ചെയിൻ ഡ്രൈവിൻ്റെ കേസിലാണെങ്കിൽ ചെയിൻ ഉണ്ടാവും, ഡ്രൈവിംഗ് ആൻഡ് ഡ്രിവൺ പുള്ളിക്ക് പകരം ഇവിടെ സ്പ്രോക്കറ്റാണ്. ടീത്തഡ് പുള്ളിയാണ് സ്പ്രോക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ പോളിഗൺ എഫക്ട്സ് നോക്കുകയാണെങ്കിൽ ബെൽറ്റിൻ്റെ കേസിൽ ആബ്സെൻ്റ് ആണ്, ചെയിൻ്റെ കേസിൽ അത് പ്രസൻ്റ് ആണ്. പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ബെൽറ്റിന് ലോ ആണ്, ചെയിന് നല്ല കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ട്രാൻസ്മിഷൻ എഫിഷ്യൻസിയും ചെയിൻ ഡ്രൈവ് ആവുന്ന സമയത്ത് ഹൈ ആയിരിക്കും. സ്പേസ് റിക്വയർമെൻറ്റ് ചെയിൻ എന്ന് പറയുമ്പോൾ വീതി കുറവായിരിക്കും. ബെൽറ്റിൻ്റെ കേസിൽ ചിലപ്പം വിഡ്ത്തൊക്കെ കൂടുതലൊക്കെ ആയിരിക്കും വരിക. സോ അതുകൊണ്ട് ചെയിൻ ഡ്രൈവിന് സ്പേസ് റിക്വയർമെൻറ്റ് കുറവാണ്. അപ്പോൾ പുള്ളിയുടെ സൈസ് ആയാലും ഒരു ടീത്തഡ് വീലായതുകൊണ്ട് തന്നെ വളരെ തിന്നായിട്ടുള്ള വീല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലൂബ്രിക്കേഷൻ്റെ കേസ് ബെൽറ്റ് ഡ്രൈവിന് ആവശ്യമില്ല, പക്ഷേ ചെയിൻ ഡ്രൈവിന് നമ്മൾ പ്രോപ്പറായിട്ട് ലൂബ്രിക്കേഷൻ ചെയ്ത് കൊടുക്കണം. അപ്പം മെറ്റൽ ചെയിൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ഫ്രിക്ഷൻ്റെ എഫക്റ്റ് അവിടെ കൂടുതലുണ്ടാവും. സോ പ്രോപ്പറായിട്ട് ലൂബ്രിക്കേഷൻ ആവശ്യമുണ്ട്. പിന്നെ ഇനീഷ്യൽ ടെൻഷൻ ബെൽറ്റിൻ്റെ കേസിലുണ്ടാവും, ചെയിൻ ഡ്രൈവിൽ അത് ആവശ്യമില്ല, ഇനീഷ്യൽ ടെൻഷൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഓട്ടോമൊബൈലിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷനാണ് ഗിയർ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഗിയർ ഡ്രൈവ് ഏറ്റവും ഷോർട്ട് ഡിസ്റ്റൻസിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി,
അപ്പം പവർ ലോസ് ഇല്ലാത്ത രീതിയിൽ ഏറ്റവും ഷോർട്ടായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ ടൂത്തഡ് വീലിനെയാണ് ഗിയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാറ്. ഇപ്പോൾ ഗിയർ മേക്ക് ചെയ്യുന്ന പ്രോസസ്സ് ഗിയർ ഹോബിംഗ് ഉണ്ട്, അതേപോലെ മില്ലിംഗ് മെഷീനിലൊക്കെ നമുക്ക് ഈ ഒരു ഗിയർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. രണ്ട് ടീത്ത് തമ്മിൽ ടച്ച് ചെയ്തിട്ടാണ് ഗിയർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പർ ഓഫ് ടീത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ഗിയർ റേഷ്യോ ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ നമുക്കൊരു അടുത്തൊരു വീഡിയോയിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഗിയറിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഗിയർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ മെക്കാനിക്കൽ എലമെൻറ്റ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് പവർ ആൻഡ് റോട്ടറി മോഷൻ ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ ബൈ മീൻസ് ഓഫ് പ്രോഗ്രസീവ് ഓഫ് പ്രൊജക്ഷൻസ് കോൾഡ് ടീത്ത്. അപ്പോൾ ടീത്തിൻ്റെ സഹായത്താലാണ് ഇവിടെ പവർ ട്രാൻസ്മിഷൻ പോസിബിൾ ആവുന്നത്. അപ്പോൾ ഗിയർ ഒരു പെയറായിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ സ്മോളർ പെയർ കോൾഡ് പിനിയൺ ആൻഡ് ലാർജർ ഈസ് കോൾഡ് ഗിയർ. അപ്പോൾ എപ്പോഴും ഗിയറിന് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഗിയർ നമുക്ക് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് തമ്മിൽ ടച്ച് ചെയ്ത് നിർത്തിയാലുള്ളൂ പവർ ട്രാൻസ്മിഷൻ അവിടെ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ മേറ്റ് ചെയ്യിക്കുന്ന രണ്ട് ഗിയറിൻ്റെയും മൊഡ്യൂൾസ് സെയിമും ആയിരിക്കണം, ആ കാര്യം കൂടി ഓർക്കണം. അപ്പോൾ ഗിയറിൻ്റെ ടെർമിനോളജിയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ടൈപ്സ് ഓഫ് ഗിയേഴ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഗിയേഴ്സിൽ പാരലൽ ആക്സിസ് ഗിയേഴ്സ് വരുന്നുണ്ട്, പിന്നെ ഇൻ്റർസെക്റ്റിംഗ് ആക്സിസ് ഗിയേഴ്സ്, നോൺ ഇൻ്റർസെക്റ്റിംഗ് ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് ഗിയേഴ്സ് വരുന്നുണ്ട്, നോൺ ഇൻ്റർസെക്റ്റിംഗ് ആൻഡ് നോൺ പാരലൽ ആക്സിസ് ഗിയേഴ്സ്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ പേജ് നല്ലപോലെ കെയർ കൊടുത്ത് നോക്കണം. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് വരാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ പാരലൽ ആക്സിസ് ഗിയേഴ്സാണ് സ്പർ ഗിയേഴ്സ്, ഹെലിക്കൽ ഗിയേഴ്സ്, ഹെറിംഗ് ബോൺ ഗിയേഴ്സ് എന്നിവയൊക്കെ. അപ്പോൾ ടീത്ത് പാരലലാണെങ്കിൽ സ്പർ ഗിയേഴ്സ് വരും, ടീത്ത് ചരിഞ്ഞിട്ടാണെങ്കിൽ ഹെലിക്കൽ ഗിയേഴ്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫിഗർ നമുക്ക് നോക്കാം ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആക്സിസുകൾ തമ്മിൽ, ഗിയറിൻ്റെ ആക്സിസുകൾ തമ്മിൽ പാരലലായിരിക്കും, സ്പർ ഗിയർ ആണെങ്കിലും ഹെലിക്കൽ ഗിയർ ആണെങ്കിലും ഹെറിംഗ് ബോൺ ഗിയർ ആണെങ്കിലും. ഇനി ഇൻ്റർസെക്റ്റിംഗ് ആക്സിസിൻ്റെ കേസിലാണ് ബെവൽ ഗിയർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആക്സിസ്, ഗിയറിൻ്റെ ആക്സിസ് ഇൻ്റർസെക്റ്റിംഗ് ആക്സിസ് ആണെങ്കിൽ ബെവൽ ഗിയേഴ്സ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നോൺ ഇൻ്റർസെക്റ്റിംഗ് ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് ഗിയേഴ്സ് ആണെങ്കിൽ അതിന് എക്സാമ്പിളാണ് വോം ഗിയേഴ്സ് എന്ന് പറയുന്നത്. നോൺ ഇൻ്റർസെക്റ്റിംഗ് ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് ഗിയേഴ്സ് ആണ് വേം ഗിയേഴ്സ്. പിന്നെ നോൺ ഇൻ്റർസെക്റ്റിംഗ് ആൻഡ് നോൺ പാരലൽ ആക്സിസ് ഗിയേഴ്സ് ആണ് ക്രോസ്ഡ് ഹെലിക്കൽ ഗിയേഴ്സ് എന്ന് പറയുന്ന ടൈപ്പ്. പിന്നെ പാരലൽ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹെലിക്കൽ ഗിയറിനെയൊക്കെ ഇൻറ്റേർണൽ ഗിയർ പെയർ, എക്സ്റ്റേണൽ ഗിയർ പെയർ, റാക്ക് ആൻഡ് പിനിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ സ്പർ ഗിയർ ആണ്. അപ്പോൾ ഇവിടെ ഫിഗറിൽ കാണുന്നത് പോലെ ടീത്തുകൾ എന്തായിരിക്കും, പാരലലായിട്ടാണ് വരുന്നത്. ടു പാരലൽ ആക്സിസും പാരലലാണ് ഗിയറിൻ്റെ, പിന്നെ ടീത്തുകളും പാരലലായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡ് റിഡക്ഷൻ 6:1 വരെ നമുക്ക് പോസിബിളാണ്. അപ്പോൾ നെക്സ്റ്റ് കേസ് വരുന്നത് ഹെലിക്കൽ ഗിയേഴ്സ് ആണ്. അപ്പോൾ ഹെലിക്കൽ ഗിയേഴ്സിൻ്റെ കേസിൽ ടീത്തിൻ്റെ മുകളിൽ ഒരു ആംഗിളിലായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതും ഈ ഒരു ഫിഗർ ബെവൽ ഗിയറിൻ്റെ ഫിഗറാണ്, ഇത് നോക്കണ്ട. ജസ്റ്റ് ടീത്ത് ചരിഞ്ഞിട്ടാണെന്നുണ്ടാവും, അതിന് വേണ്ടിയിട്ട് ഹെലിക്കൽ ഗിയർ എന്ന് വിളിക്കുക നമ്മൾ. അതിൻ്റെ ഷാഫ്റ്റ് നിൽക്കുന്നത് പാരലൽ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഫിഗറിൽ ഈ ഒരു ടീത്ത് ഇപ്പം വെർട്ടിക്കലിയാണ് കാണുന്നത്, അതിന് ചെറിയൊരു ഇൻക്ലിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടൈപ്പ് ഗിയറാണ് ഹെലിക്കൽ ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയും ഗിയർ റേഷ്യോ 6.1 തന്നെയാണ്. പിന്നെ അടുത്തൊരു കേസാണ് ഹെറിംഗ് ബോൺ ഗിയർ. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് റിഡക്ഷൻ റേഷ്യോ വരുന്നത് 6:1 തന്നെയാണ്. സോ ഹെറിംഗ് ബോൺ ഗിയർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഹെലിക്കൽ ഗിയർ തന്നെയാണ്. പക്ഷേ ആ ഹെലിക്കൽ ഗിയറിൻ്റെ
രണ്ടറ്റത്തായിട്ട് 2 ആംഗിളിലായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ സൈഡ് ഒരു ആംഗിളിലാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് വേറെ ആംഗിളിൽ കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 2 ഐഡൻറ്റിക്കൽ ഹെലിക്കൽ ഗിയേഴ്സ് ആർ ബട്ട് ഓപ്പോസിറ്റ് ഹാൻഡ്സ് കട്ട് ഓൺ ദ സെയിം ബ്ലാങ്ക് വിത്ത് സ്മോൾ ഗ്രൂവ്. അത്തരത്തിലുള്ള ഗിയറിനെയാണ് ഹെറിംഗ് ബോൺ ഗിയേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ പാരലൽ ആക്സിസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എക്സ്റ്റേണൽ ഗിയർ പെയർ എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെൻറ്റിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എക്സ്റ്റേണലി ആയിരിക്കും കണക്ഷൻ വരുന്നത്. പിനിയനും ഗിയറും തമ്മിൽ എക്സ്റ്റേണലി ആണ് കണക്ഷൻ വരുന്നതെങ്കിൽ അത്തരം പെയറിനെ എക്സ്റ്റേണൽ ഗിയർ പെയർ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇനി ഇൻറ്റേർണൽ ഗിയർ പെയർ നമുക്കിവിടെ ഫിഗറിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഗിയർ, ദ ഗിയർ മെഷസ് വിത്ത് ആൻ എക്സ്റ്റേണൽ പിനിയൻ. അപ്പം ഗിയറും പിനിയനും തമ്മിൽ ഇൻറ്റേർണലി ആണ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സ്റ്റേണലും ഈ ഒരു ഗിയറിൻ്റെ ഇൻറ്റേർണലി ആയിട്ട് കോർഡിനേഷൻ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു പെയറിനെയാണ് ഇൻറ്റേർണൽ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗിയറും പിനിയനും റൊട്ടേറ്റ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലായിരിക്കും. ഗിയർ ആൻഡ് പിനിയൻ റൊട്ടേറ്റ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ. നേരത്തെ എക്സ്റ്റേണൽ പെയറിൻ്റെ കേസിൽ രണ്ടും തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൊട്ടേഷൻ പോസിബിൾ ആകുന്നത്. എൻ്റെ നെക്സ്റ്റ് വൺ കേസാണ് റാക്ക് ആൻഡ് പിനിയൻ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ റാക്ക് ആൻഡ് പിനിയനിലും നമുക്കറിയാം റോട്ടറി ടു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഗിയർ ഡ്രൈവ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ലെങ്ത് വൈസ് ഉള്ള ത്രെഡഡ് പ്രൊഫൈലുള്ള ഒരു പീസ് നമുക്ക് കാണാം. അതിനെയാണ് റാക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. പിനിയൻ എന്ന് പറയുന്നത് ഈ ഒരു ഗിയറിനെയാണ്. അപ്പോൾ ഇവിടെ റോട്ടറി മോഷൻ വരുന്ന സമയത്ത് ഈ ഒരു റാക്ക് ലീനിയർ മോഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് അത് വർക്കാവുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് റോട്ടറി മോഷൻ ഓഫ് പിനിയൻ ഇൻ ടു ലീനിയർ മോഷൻ ഓഫ് റാക്ക് ഓർ വൈസ് വേഴ്സ. തിരിച്ചും കൊടുക്കാം. ഇവിടെ ലീനിയർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റോട്ടറി മോഷൻ പോസിബിൾ ആവും. അപ്പോൾ ഇതും പാരലൽ തന്നെയാണ് ഇതിൻ്റെ ആക്സിസ് വരുന്നത്. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഇൻ്റർസെക്റ്റിംഗ് ആക്സിസ് ആണ്. അപ്പോൾ 2 ഇൻ്റർസെക്റ്റിംഗ് ആക്സിസ് കണക്റ്റഡ് ബൈ ഗിയേഴ്സ് നോൺ ആസ് ബെവൽ ഗിയർ എന്നാണ് വിളിക്കുക. ഇൻ്റർസെക്റ്റിംഗ് ആക്സിസിനെ കണക്ട് ചെയ്യുന്ന ഗിയേഴ്സ്. അപ്പം വെഹിക്കിൾസിൻ്റെയൊക്കെ ഡിഫറൻഷ്യലിലൊക്കെ ഈ ഒരു ഗിയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഷാഫ്റ്റിൻ്റെ ആംഗിൾ വരുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ബെവൽ ഗിയറിനെ വീണ്ടും നമ്മൾ സ്ട്രെയിറ്റ് ബെവൽ ഗിയർ, സ്പൈറൽ ബെവൽ ഗിയർ എന്നിങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ സ്പൈറൽ ബെവൽ ഗിയറിൻ്റെ ഒരു ഫിഗറാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഗിയർ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ആംഗിളും കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു കേസിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ബെവൽ ഗിയർ ആണ് ഈ ഫിഗർ. സ്പൈറൽ ബെവൽ ഗിയർ ആണ് നേരത്തെ കാണിച്ച ഫിഗർ. അപ്പോൾ അതിൻ്റെയും റിഡക്ഷൻ റേഷ്യോ അപ് ടു 6.6:1 ആണ് വരുന്നത്. ഇനി അടുത്തൊരു കേസാണ് നോൺ ഇൻ്റർസെക്റ്റിംഗ് ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ്. അപ്പോൾ നോൺ ഇൻ്റർസെക്റ്റിംഗ് ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് വരുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഡ്രൈവാണ് വേം ഗിയർ, വേം ആൻഡ് വേം വീൽ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിനെയാണ് വേം എന്ന് പറയുന്നത്. വേം ഷാഫ്റ്റിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യാം. ആ ഒരു ഗിയറിനെയാണ് വേം ഗിയർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ വേം ഈസ് ഡ്രൈവിംഗ് മെമ്പർ. അങ്ങനെയാണെങ്കിൽ വീൽ എന്ന് പറയുന്നത് എന്താവാം, ഡ്രിവൺ മെമ്പർ ആവാം. അല്ലെങ്കിൽ തിരിച്ച് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നടക്കില്ല. അതാണ് ഈ ഒരു ഡ്രൈവിൻ്റെ പ്രത്യേകത. സെൽഫ് ലോക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രൈവും കൂടിയാണ് ഈ ഒരു വേം ആൻഡ് വേം വീൽ. ഇത് ഒരു ഡയറക്ഷനിൽ മാത്രമേ വർക്കാവുള്ളൂ. വേം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേം വീല് റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ വേം വീല് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കിയാൽ വേം റൊട്ടേറ്റ് ആവില്ല, അതവിടെ ലോക്കായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ സെൽഫ് ലോക്കിംഗ് പ്രോപ്പർട്ടി വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രൈവും കൂടിയാണ് വേം ആൻഡ് വേം വീൽ. അപ്പോൾ ഇവിടെ ഹൈ റിഡക്ഷൻ റേഷ്യോ പോസിബിൾ ആവും. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ 6:1 ആയിരുന്നു സ്പീഡ് റിഡക്ഷൻ റേഷ്യോ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അത് 70:1 ആയിട്ട് മാറി. അപ്പോൾ അത്രയും സ്പീഡ് റിഡക്ഷൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രൈവാണ്
വേം ആൻഡ് വേം വീല്, നോൺ ഇൻ്റർസെക്റ്റിംഗ് ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു കേസ് നോൺ ഇൻ്റർസെക്റ്റിംഗ് ആൻഡ് നോൺ പാരലൽ ആക്സിസ് ഗിയേഴ്സ്. അപ്പോൾ അവിടെ നോൺ ഇൻ്റർസെക്റ്റിംഗ് ആണ്, രണ്ടും തമ്മിൽ ഇൻ്റർസെക്റ്റ് ആവുന്നില്ല, ആൻഡ് നോൺ പാരലൽ. അപ്പോൾ ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഇവിടെയും ഒന്ന് കുറച്ച് മുകളിലേക്കൊക്കെ ആയിട്ട് ആണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഗിയേഴ്സ്, അപ്പോൾ അത് സ്പൈറൽ ഓർ ഹെലിക്കൽ ക്രോസ്ഡ് ഗിയേഴ്സൊക്കെയാണ് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. കൂടുതലും പ്രൊപ്പല്ലർ ഷാഫ്റ്റ് അതേപോലുള്ള ആ ഒരു ഡിഫറൻഷ്യൽ യൂണിറ്റിൻ്റെ ഒക്കെ കേസിലൊക്കെയാണ് ഈ ഒരു ഗിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു ജോയിനിങ് മെത്തേഡ്സുകളാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. എ കപ്ലിംഗ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു കണക്ട് ടു ഷാഫ്റ്റ്സ് ടുഗദർ അറ്റ് ദയർ എൻഡ്സ് ഫോർ ദ പർപ്പസ് ഫോർ ട്രാൻസ്മിറ്റിംഗ് പവർ. അപ്പോൾ ഒരു ഷാഫ്റ്റിൻ്റെ അറ്റത്ത് ഫ്ലാഞ്ച് അങ്ങനെ എന്തെങ്കിലും ഡിവൈസൊക്കെ കൊടുത്തിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഈ ഷാഫ്റ്റിലുള്ള പവർ ഈ അറ്റത്തേക്ക് എത്തിക്കാൻ സഹായിക്കുക. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് കപ്ലിങ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലാഞ്ചാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഫ്ലാഞ്ച് ഷാഫ്റ്റ് ഒരു ഷാഫ്റ്റുമായിട്ട് ഫിക്സഡ് ആയിരിക്കും. അതേപോലെ ഈ സൈഡിലും വേറൊരു ഷാഫ്റ്റും ഫ്ലാഞ്ചും ഉണ്ടാവും. ഇത് രണ്ടും തമ്മിൽ നെട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈറ്റ് ആക്കാം. അങ്ങനെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന റോട്ടറി മോഷൻ ഈ അറ്റത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കും. കപ്ലിങ്ങിൻ്റെ പല ടൈപ്പുകളാണ്. റിജിഡ് കപ്ലിംഗ് ഉണ്ട്, ഫ്ലെക്സിബിൾ കപ്ലിംഗ് ഉണ്ട്. റിജിഡ് കപ്ലിങ്ങിനെ സ്ലീവ് ഓർ മഫ് കപ്ലിങ്, സ്പ്ലിറ്റ് ഓർ ക്ലാമ്പ് കപ്ലിങ്, ഫ്ലാഞ്ച് കപ്ലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്ലെക്സിബിൾ ആവുന്ന സമയത്ത് ബുഷ് പിന്ന്, ഓൾഡാംസ് കപ്ലിങ്, യൂണിവേഴ്സൽ ജോയിൻ്റ് കപ്ലിങ് ആ ഒരു രീതിയിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ റിജിഡ് കപ്ലിങ്സ് ആദ്യം ഒന്ന് നോക്കാം. റിജിഡ് കപ്ലിങ്സിൽ സ്ലീവ് ഓർ മഫ് കപ്ലിംഗ് ഉണ്ട്, പിന്നെ സ്പ്ലിറ്റ് ഓർ ക്ലാമ്പ് ടൈപ്പ്. ഇപ്പോൾ സ്ലീവ് ഓർ മഫ് കപ്ലിംഗ് എന്ന് പറയുമ്പം ഷാഫ്റ്റിൻ്റെ മുകളിൽ എന്താക്കും, കോമൺ ആയിട്ട് വരുന്ന രീതിയിൽ ഒരു സ്ലീവ്. അപ്പോൾ ഇവിടെ രണ്ട് പോർഷൻ ആക്കിയിട്ടാണ് സ്ലീവ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നെട്ടും ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ആക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഷാഫ്റ്റിനും ഈ ഒരു സ്ലീവിൻ്റെ ഇടയ്ക്ക് ഒരു കീയും കൂടി യൂസ് ചെയ്യും. അങ്ങനെയാവുന്ന സമയത്ത് ഈ ഒരു അറ്റത്തേക്ക് വേറൊരു ഷാഫ്റ്റ്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടേണ്ട ഷാഫ്റ്റ് ഈ അറ്റത്തും കൊടുക്കും. അപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മോഷൻ എന്താവും, കീ വഴി സ്ലീവിലേക്ക് കയറും, തിരിച്ച് സ്ലീവിൽ നിന്ന് കീ വഴി ഈ എൻഡിലുള്ള ഷാഫ്റ്റിലേക്കും കൂടി റോട്ടേഷൻ പാസ്സാവും. സോ അങ്ങനെ ഇവിടെ കൊടുത്ത മോഷൻ ഈ ഒരു അറ്റത്തേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ആ കീവേ ആണ് ഇവിടെ കൂടുതൽ വർക്ക് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ കീവേ കൊടുത്തിട്ടാണ് സ്ലീവും ഷാഫ്റ്റും തമ്മിൽ ലോക്കാക്കി നിർത്തുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ക്ലാമ്പിനെയൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഹെവി ഡ്യൂട്ടിയൊക്കെ ആവുന്ന സമയത്ത് സ്പ്ലിറ്റ് ടൈപ്പ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു കേസാണ് ഫ്ലാഞ്ച് ടൈപ്പ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്ലാഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈസാണ്, ഷാഫ്റ്റിൻ്റെ അറ്റത്ത് ഫിറ്റ് ചെയ്തു. അത് തമ്മിൽ കോമൺ ആയിട്ട് കുറേ ഹോൾസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു മെയിൽ ഫ്ലാഞ്ച്, ഫീമെയിൽ ഫ്ലാഞ്ച് ഉണ്ട്. അപ്പോൾ ഒരു ഷാഫ്റ്റിൽ മെയിൽ ഫ്ലാഞ്ച് ആയിരിക്കും, ഒരു ഫ്ലാറ്റിൽ ഫീമെയിൽ ഫ്ലാഞ്ച് ആയിരിക്കും. രണ്ടും തമ്മിൽ കോമൺ ആയിട്ട് കുറേ ഹോൾസുകൾ ഓൾറെഡി പ്രീ ഡ്രിൽഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഹോൾസിൽ നെട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ജോയിൻ ചെയ്ത് നിർത്താൻ പറ്റും. അങ്ങനെയാവുന്ന സമയത്ത് ഈ അറ്റത്ത് കറങ്ങുന്ന ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു അറ്റത്തേക്ക് ട്രാൻസ്മിറ്റ് ആയിക്കോളും. പിന്നെ അടുത്തൊരു ടൈപ്പാണ് റിജിഡ് കഴിഞ്ഞ് അടുത്ത ടൈപ്പിൽ വരുന്നതാണ് ഫ്ലെക്സിബിൾ കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബുഷ് പിൻ ടൈപ്പ് ഉണ്ട്, ഓൾഡാംസ് കപ്ലിംഗ് ഉണ്ട്, യൂണിവേഴ്സൽ ജോയിൻ്റ് എന്ന് പറയുന്ന ആ ഒരു ജോയിൻറ്റും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്ലെക്സിബിൾ കപ്ലിംഗ് ബുഷ് ടൈപ്പ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ പെർഫെക്റ്റ് അലൈൻമെൻറ്റ് വരുന്ന കേസിലാണ് ബുഷ് ടൈപ്പ് അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബുഷ് മെറ്റീരിയൽ ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്യുക, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല.
ഫ്ലാഞ്ച് കപ്ലിംഗ് പോലെ തന്നെയാണ്. ഫ്ലാഞ്ച് കപ്ലിങ്ങിൽ ഒരു ബുഷ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബുഷിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് റബ്ബർ അതേപോലുള്ള മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്യുക എന്നുള്ള പർപ്പസും കൂടി ആ ബുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടൈപ്പാണ് ഫ്ലെക്സിബിൾ ബുഷ് ടൈപ്പ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഓൾഡാംസ് കപ്ലിംഗ് ആണ് അടുത്ത ടൈപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൾഡാംസ് കപ്ലിങ്ങിൻ്റെ പ്രത്യേകത, നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഒരു ഫ്ലാഞ്ചിൻ്റെ മുകളിൽ മറ്റേ ഫ്ലാഞ്ചിനെ സ്ലൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒന്നിൻ്റെ മുകളിൽ മെയിൽ ഫ്ലാഞ്ച് ആയിരിക്കും, ഒന്ന് ഫീമെയിൽ ഫ്ലാഞ്ച് ആയിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ഇതിൻ്റെ കൊളീനിയർ ആക്സിസ് ഒരേ ലൈനിൽ തന്നെ വേണമെന്നില്ല ആക്സിസ് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഫ്ലെക്സിബിൾ കപ്ലിങ് ബുഷ് ടൈപ്പൊക്കെ ആകുന്ന സമയത്ത് ഈ ഒരു അറ്റത്തെ ഷാഫ്റ്റും ഇപ്പുറത്തെ അറ്റത്തെ ഷാഫ്റ്റും ഒക്കെ ഒരേ ലൈനിൽ തന്നെയാണ് വരിക. അതിനെയാണ് കൊളീനിയർ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ അങ്ങനെയല്ല. ഒന്നാമത്തെ മെയിൽ ഫ്ലാഞ്ച് വേറൊരു ആക്സിസിലായിരിക്കും, അതേപോലെ ഫീമെയിൽ ഫ്ലാഞ്ച് വേറൊരു ആക്സിസിലൊക്കെ ആയിരിക്കും നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു ഓൾഡാം കപ്ലിങ്ങിന് വരുന്നുണ്ട്. ദ ഓൾഡാം കപ്ലർ ഈസ് എ മെത്തേഡ് ടു ട്രാൻസ്ഫർ ടോർക്ക് ബിറ്റ്വീൻ ടു പാരലൽ ബട്ട് നോൺ കൊളീനിയർ ഷാഫ്റ്റ്. ആൻഡ് ലാസ്റ്റ് കേസാണ് യൂണിവേഴ്സൽ ജോയിൻറ്റ്. യൂണിവേഴ്സൽ ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആംഗിളിൽ റൊട്ടേഷൻ പോസിബിൾ ആക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഹുക്ക് ജോയിൻറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് ഏത് ആംഗിളിലും ബെൻഡ് ചെയ്ത് റൊട്ടേഷൻ മോഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ വെഹിക്കിൾസിൻ്റെ കേസിലൊക്കെ വെഹിക്കിളിൻ്റെ അടിഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഷാഫ്റ്റ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഷാഫ്റ്റ് കാണാം. അതിൻ്റെ അറ്റത്തായിട്ട് യൂണിവേഴ്സൽ ജോയിൻറ്റ് എന്ന് പറയുന്ന ഒരു ജോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും അപ്പ് ആൻഡ് ഡൗൺ മോഷനും ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്യാനൊക്കെ ആ ഒരു യൂണിവേഴ്സൽ ജോയിൻറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോയിൻറ്റ് ഇപ്പോൾ കൂടുതലായിട്ടും ഓട്ടോമൊബൈൽസിലൊക്കെയാണ് യൂണിവേഴ്സൽ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ ജോയിൻറ്റ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, അതൊക്കെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ അറ്റത്തൊക്കെ ആയിട്ട് ഈ ഒരു യൂണിവേഴ്സൽ ജോയിൻറ്റ് കൊടുക്കാറുണ്ട്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വീണ്ടും വീഡിയോസ് വരുന്നതായിരിക്കും. സോ കീപ് വാച്ചിങ്. താങ്ക് യു.